മികച്ച ജോലിയും കൈ നിറയെ ശമ്പളവും ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഒരു ശരാശരി മലയാളിയുടെ സ്വപ്നം അതായിരുന്നു. ഒരു കാലത്ത് ഗൾഫിലേക്ക് എല്ലാവരെയും ആകർഷിച്ച ഘടകം. എന്നാൽ ഗൾഫൊക്കെ മാറി UK-യും അയർലൻഡും ഒക്കെയായി മലയാളിയുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ. എന്നാൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വപ്നഭൂമി ഇപ്പോഴും ഗൾഫ് മേഖല തന്നെയാണ്. ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് ശ്രമിച്ച ഒരു പാവം ഓട്ടോ ഡ്രൈവറാണ് സൈബർ ലോകത്ത് കെണിയൊരുക്കി കാത്തിരിക്കുന്നവരുടെ വലയിൽ വീണുപോയത്. കേൾക്കാം ആ കഥ. ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളുമായി ജീവിക്കുന്ന ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബം. കഷ്ടപ്പാടുകളെല്ലാം മാറാൻ ഗൾഫിലേക്ക് പോകാൻ അദ്ദേഹം അതിയായി ശ്രമിക്കുന്നു. തൻ്റെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പരിചയക്കാരോടും എല്ലാം ഗൾഫിൽ ജോലിക്ക് അവസരമുണ്ടോ എന്ന് നിരന്തരം അന്വേഷിക്കുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ അയാൾക്കൊരു ഫോൺ കോൾ വരുന്നു. ചോദ്യം ഇതായിരുന്നു: ഗൾഫിൽ പോകാൻ താല്പര്യമുള്ള ആളാണോ എന്നും താങ്കളുടെ ഒരു ബന്ധു മുഖേനയാണ് ഗൾഫിൽ ഒരു ജോലി താങ്കൾ അന്വേഷിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതെന്നും പറയുന്നു. വിദേശ ജോലി സ്വപ്നം കണ്ട അയാൾക്ക് ഏറ്റവും അധികം സന്തോഷം നൽകുന്ന കാര്യമാണ് കേട്ടത്. ഗൾഫിൽ പോകാൻ തയ്യാറാണെന്ന് അയാൾ അവരോട് പറയുന്നു. എന്നാൽ താങ്കൾ ഉടനെ ഒരു ബയോഡേറ്റ അയക്കാൻ ആവശ്യപ്പെടുന്നു. അടുത്ത ദിവസം അവർ വീണ്ടും വിളിക്കുന്നു. ഞങ്ങൾ നിങ്ങളുടെ ബയോഡേറ്റ ഹയർ ഒഫീഷ്യൽസിന് അയച്ചു കൊടുത്തുവെന്നും അവർ നിങ്ങളുടെ ബയോഡേറ്റ കണ്ട് തൃപ്തരാണെന്നും അറിയിക്കുന്നു. അതുകൊണ്ട് ഉടൻ തന്നെ വിസ ഇഷ്യൂ ചെയ്യണമെന്നും നിങ്ങളുടെ പാസ്പോർട്ടിന്റെ കോപ്പിയും മറ്റ് ഡീറ്റെയിൽസും അയച്ചു കൊടുക്കാൻ അവർ പറയുന്നു. എല്ലാ രേഖകളും അയാൾ അവർക്ക് കൈമാറി. വിസ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഒരു മെഡിക്കൽ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ നാളെ രാവിലെ മുംബൈയിൽ എത്തണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ മുംബൈയിൽ എത്താൻ സാധിക്കില്ല എന്ന് അവർക്കും അറിയാം, അയാൾക്കും അറിയാം. ഞങ്ങൾ ആലോചിച്ചിട്ട് നാളെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. എന്നാൽ 1 മണിക്കൂറിന് ശേഷം അവർ വീണ്ടും വിളിക്കുന്നു. നിങ്ങളുടെ സാഹചര്യം ഞങ്ങൾ ഞങ്ങളുടെ മേലധികാരികളോട് പറഞ്ഞുവെന്നും അതിനാൽ മറ്റൊരു മാർഗം വഴി നമുക്ക് മെഡിക്കൽ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കാം എന്നും പറയുന്നു. രാത്രി 11 മണിയാകുമ്പോൾ ഓൺലൈൻ വഴി നമുക്ക് മെഡിക്കൽ പ്രോസസ്സ് എല്ലാം ചെയ്യാമെന്ന് പറയുന്നു. ഈ മെഡിക്കൽ പ്രോസസ്സിൽ താങ്കളുടെ ഭാര്യ മാത്രം മതിയെന്നും കുട്ടികളെ ഉൾപ്പെടുത്തേണ്ടെന്നും പറയുന്നു. ശേഷം അവർ രാത്രി 11 മണിക്ക് വാട്സാപ്പിൽ വീഡിയോ കോൾ വഴി അവരുമായി കോൺടാക്ട് ചെയ്യുന്നു. എന്നാൽ മറുവശം നിൽക്കുന്നവരെ കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. അവരുടെ ഭാഗം മാസ്ക് ചെയ്തിരിക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല എന്നായിരുന്നു മറുപടി. മെഡിക്കൽ ചെക്കപ്പിന്റെ ഭാഗമായി നിങ്ങളെ എക്സാമിൻ ചെയ്യാനാണെന്നും അതിനാൽ നിങ്ങൾ ന്യൂഡായി നിൽക്കണമെന്നും പറയും. ഇത് മാത്രമായിരുന്നില്ല അവരുടെ മെഡിക്കൽ. ആരോഗ്യപരമായി യാതൊരു പ്രശ്നങ്ങളും ഇല്ലെന്ന് ബോധ്യമാകാൻ ഭാര്യയെ കൊണ്ട് നിങ്ങളുടെ ഓരോ ബോഡി പാർട്സും മസാജ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. ഇത് വിശ്വസിച്ച അവർ അവരുടെ ചതിക്കുഴിയിൽ വീണുപോയി. അവർ പോലും അറിയാതെ ആ സൈബർ ക്രിമിനൽസ് ഇതെല്ലാം ക്യാപ്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തോ സംശയം തോന്നിയ ഇവർ അവരുടെ ന്യൂഡ് വീഡിയോ കൈക്കലാക്കിയെന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് ഇവരെ വിളിച്ചിട്ട് കിട്ടാതെ കൂടി വന്നതോടെ സൈബർ പോലീസ് വിഭാഗവുമായി ഇവർ കോൺടാക്ട് ചെയ്യുന്നു. സൈബർ വിഭാഗത്തിൽ നിന്നും കിട്ടിയ കൃത്യമായ അവയർനെസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയതോടെ ചതി പറ്റിയെന്ന് അവർ തിരിച്ചറിഞ്ഞു. ജീവിതം കരുപ്പിടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സാധാരണക്കാരെ കാത്ത് ഇത്തരം ചതിയുടെ വല വിരിച്ച് കാത്തിരിക്കുന്നവർ ഉണ്ടാകും. ഇത്തരം ക്രിമിനൽസിനെ തിരിച്ചറിയാൻ അത്യാവശ്യം നമുക്ക് വേണ്ടത് സൈബർ ലോകത്ത് നടക്കുന്ന ഇത്തരം ചതികളെ കുറിച്ച് ബോധവാന്മാരായിരിക്കുക എന്നാണ്. ഇത്തരം ഓൺലൈൻ തട്ടിപ്പിന് നിങ്ങൾ ഇരയായാൽ ഇത്രയും പെട്ടെന്ന് 1930 എന്ന നമ്പറിൽ സൈബർ പോലീസിനെ വിവരം അറിയിക്കാം. അല്ലെങ്കിൽ www.cybercrime.gov.in എന്ന വെബ്സൈറ്റ് മുഖേന നിങ്ങൾക്ക് പരാതി രജിസ്റ്റർ ചെയ്യാം. ഭയമല്ല, ജാഗ്രത മാത്രം മതി. കൂടെയുണ്ട് കോട്ടയം സൈബർ പോലീസ് വിഭാഗവും 90.8 റേഡിയോ മീഡിയ വില്ലേജും.